ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂസെലറോൺ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും യൂസെലറോൺ അഥവാ YSL എന്ന ബ്രാൻഡ്. അതിൻ്റെ YEDP ഇൻഡൻസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 4 അവേഴ്സോളം ഈ സമ്മർ ടൈമിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത്. ഇത് ഏകദേശം ഒരു 6 to 8 അവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു പെർഫ്യൂമാണ്. ഇതാണ് ഇതിന്റെ ബോട്ടിൽ ഡിസൈൻ വരുന്നത്. എൻ്റെ കയ്യിൽ ഇതിന്റെ ഒരു 7.5 ml സാമ്പിൾ ബോട്ടിലാണുള്ളത്. ഇതിന്റെ ബിഗ് ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പൊ യൂസ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇതിന്റെ സാമ്പിൾ വാങ്ങിയത്. ഇതിന്റെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അത്യാവശ്യം പ്രൊജക്ഷൻ ഉള്ള നല്ലൊരു പെർഫ്യൂം. ഇതിന്റെ നോട്ട്സ് വരുന്നത് ജൂനിപ്പർ ബെറീസ്, ലാവൻഡർ, അതുപോലെ തന്നെ പച്ചവളി. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉഡി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഉഡി കാറ്റഗറിയിൽ വരുന്നൊരു പെർഫ്യൂമാണിത്. പക്ഷെ ഇതിന്റെ കൂടെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് ആംബ്രോക്സിന്റെ സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോമൺ പെർഫ്യൂമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു യുണീക്ക് പെർഫ്യൂം അല്ല. സോ നിങ്ങളൊരു ബ്ലൂ പെർഫ്യൂം ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നല്ല ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് സിറ്റുവേഷനിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സോപ്പി ക്ലീൻ സ്മെൽ. ഇതിന്റെ പോരായികയായിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു യുണീക്ക് സ്മെല്ലല്ല. മറ്റ് പല പെർഫ്യൂമുകളിലുമുള്ള ഒരു DNA, അതായത് ബ്ലൂ പെർഫ്യൂംസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പെർഫ്യൂം DNA ആണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങുമോ എന്ന കാര്യത്തിൽ ഞാൻ ഏകദേശം ഇതൊന്ന് യൂസ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങും. ഇപ്പോൾ എനിക്ക് ഇതിന്റെ സ്മെൽ അത്ര ഇഷ്ടമല്ല. ഒരു കോമൺ ബ്ലൂ പെർഫ്യൂമിന്റെ സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളൊരു ബ്ലൂ പെർഫ്യൂം ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും, വാങ്ങാനും സാധിക്കും. ഇനി ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം വാങ്ങുക. ഒരു ബ്ലൈൻഡ് ബൈ എന്ന് പറയാൻ പറ്റില്ല. സോ എൻ്റെ റിവ്യൂ ഇഷ്ടമായി എന്ന് കരുതുന്നു. സോ പുതിയൊരു പെർഫ്യൂമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.